നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയാണ് ഇന്നത്തെ ചിന്താവിഷയം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗോപൻ സ്വാമിയുടെ കല്ലറ, അതായത് സമാധി പൊളിക്കാൻ പാടില്ല, അത് ദുരൂഹ സമാധി എന്ന് ആരോപണങ്ങൾ വരുമ്പോഴും അത് തുറക്കാൻ പാടില്ല, അത് വിശ്വാസത്തിന് നിരക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ, ഗോപൻ സ്വാമിയുടെ മക്കൾ, അതേപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ചില സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ട് അവർ ഹൈക്കോടതിയിൽ മക്കൾ ഹർജി കൊടുത്തിട്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഇന്ന് വന്നത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാം. ലോ ആൻഡ് ഓർഡർ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ട് സമാധി പീഠം തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം, പരിശോധനകൾ നടത്താം എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അച്ഛൻ മരിച്ചത് ഇങ്ങനെയാണ്, സമാധി ആകുന്നത് മുൻകൂട്ടി പറഞ്ഞിരുന്നു, അങ്ങനെ അടക്കി ആരെയും അറിയിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ ആ വിശ്വാസപ്രകാരം അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമാധിയെ പറ്റി ഇപ്പം ഇന്ന് കേരളം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ജലസമാധിയിൽ എന്ത് നടപടിയാണ് അന്ന് ഭരണകൂടം സ്വീകരിച്ചത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആ ജലസമാധി ആരുടേതായിരുന്നു? SNDP യോഗവുമായിട്ട് അന്നും ഇന്നും അതിൻ്റെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വരെ ആരോപണം ഉയർന്ന ഒരു സമാധി, ഒരു സന്യാസിയുടെ സമാധി, അതാരായിരുന്നു? ഒരു ജലസമാധി, സ്വാമി ശാശ്വതീകാനന്ദ. ശിവഗിരി മഠത്തിൻ്റെ എല്ലാമെല്ലാമായ അതിനെ നിയന്ത്രിച്ച വളരെ പവർഫുള്ളായിട്ട് അവിടെ അതിൻ്റെ തലപ്പത്തിരുന്ന സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണം, ഇതേപോലെ ദുരൂഹ സമാധി എന്ന് തന്നെ വിളിക്കാം. ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയും ശാശ്വതീകാനന്ദയുടെ ദുരൂഹ ജലസമാധിയും തമ്മിൽ വളരെ അടുത്ത സാദൃശ്യങ്ങൾ, സമാനതകൾ ഉണ്ട്. കാരണം രണ്ടും മതം, വിശ്വാസം ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആത്മീയത ഉൾപ്പെടെ അതിൽ വരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു കാര്യം ഇപ്പോൾ ഉന്നയിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ കൂടി മനസ്സിലാക്കാനല്ല, ഓർക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ 2002 ജൂലൈ 1 സ്വാമി ശാശ്വതീകാനന്ദയുടെ ജലസമാധി. ആ ജലസമാധി തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. പലവിധ ചോദ്യങ്ങൾ, കേസുകൾ ഒക്കെ അതിൻ്റെ പേരിൽ ഉണ്ടായി. പലരും ഇത് ജലസമാധിയല്ല, സ്വാമി ശാശ്വതീകാനന്ദയെ കൊലപ്പെടുത്തിയതാണെന്നുൾപ്പെടെ ഉള്ള ആരോപണങ്ങൾ പല സംഘടനകളും, SNDP യോഗവും ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട പല സംഘടനകൾ വരെ ഉന്നയിച്ചിട്ട് പലവിധ അന്വേഷണങ്ങളൊക്കെ അതിൽ നടന്നെങ്കിലും ഇപ്പോഴും പൂർണ്ണമായിട്ടൊരു ചിത്രം പുറത്ത് വന്നിട്ടില്ല. ഈ ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജൂലൈ 1, 2002 ആലുവ അദ്വൈതാശ്രമത്തിൽ രാവിലെ അവിടെ എത്തിയ സ്വാമി ശാശ്വതീകാനന്ദ, എന്നിട്ട് അവിടുന്ന് കുളിക്കാൻ ആലുവ പുഴയിലെ ആശ്രമത്തിൻ്റെ കുളിക്കടവിൽ വേറെ ആരും അവിടെ ഇല്ല, ആശ്രമത്തിലെ ആൾക്കാർ മാത്രം കുളിക്കുന്ന ഒരു കടവാണ്, സെപ്പറേറ്റ് കടവാണ് ഇവിടെ ഉള്ളത്. അവിടെ കുളിക്കാൻ ചെന്നപ്പോൾ സാബു സഹായമായിട്ട് ചെയ്യുന്നു. 2 തവണ പൊങ്ങി വന്ന സ്വാമിക്ക് കുളിക്കാൻ ദേഹത്ത് തേക്കാൻ സോപ്പൊക്കെ സാബു കൊടുക്കുന്നു. 3ാമത് മുങ്ങിയ സ്വാമിനെ പൊങ്ങി വന്നില്ല. അങ്ങനെ സ്വാമി അവിടുന്ന് പെട്ടെന്ന് ആൾക്കാരെല്ലാം കൂടെ ഓടി വന്നു. ഇദ്ദേഹം സാബു അലമുറയിട്ടു. അങ്ങനെ വന്ന് സ്വാമിയെ ഏതാണ്ട് ഒരു കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ അവിടുന്ന് പുഴയുടെ താഴേന്ന് പൊക്കിയെടുക്കുന്നു. അപ്പോഴും സ്വാമിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണ് പിന്നീട് സംഭവിച്ചത്? സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടന്നോ, യഥാക്രമം നടന്നോ എന്ന ചോദ്യം. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം നടത്താം എന്ന ഹൈക്കോടതി നിർദ്ദേശം വന്ന ഈ സാഹചര്യത്തിൽ അത് ഭരണകൂടം അതിനനുസരിച്ചുള്ള നടപടികൾ ജില്ലാ കളക്ടർ മേൽനോട്ടത്തിൽ സ്വീകരിക്കേണ്ടി വരും. ശാശ്വതീകാനന്ദ ഇതേപോലെ ഒരു ആത്മീയ ലോകത്ത് നിൽക്കുന്ന ഒരാൾ മരിച്ചപ്പോൾ അവിടെ നടന്നത് എന്തായിരുന്നു? സ്വാമിയുടെ മൃതദേഹം, ഭൗതിക ജഡം നിയമപ്രകാരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് പോലീസ് സർജനാണ്. ആ നിയമങ്ങളാണ് ഞങ്ങളിവിടെ ലെഫ്റ്റ് റൈറ്റ് വൈസ് ഓർമ്മപ്പെടുത്തുന്നത്.
ഒരു അസ്വാഭാവിക മരണം, ദുരൂഹ മരണം പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അത് പോലീസ് സർജൻ, സർക്കാർ ലിസ്റ്റുള്ള പോലീസ് ഡോക്ടർ, പോലീസ് സർജനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വന്നു. സ്വാമി ശാശ്വതികാനന്ദ ദിവ്യനാണ്, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ശരീരത്തിൽ ചെയ്യാൻ പാടില്ല, ശരീരം വെട്ടിമുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതേ വിഷയമാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ, ബന്ധുക്കളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉന്നയിക്കുന്ന അതേ പ്രശ്നമാണ്. സമാധി ഇരുത്തി അവിടെ നിന്ന് എടുത്തിട്ട് തലയും ശരീരവും വെട്ടിക്കീറാൻ സമ്മതിക്കത്തില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല, അത് സമാധിക്ക് വിരുദ്ധമാണ്. അപ്പോൾ അവിടെയും സ്വാമി ശാശ്വതികാനന്ദയുടെ കാര്യത്തിലും പോസ്റ്റ്മോർട്ടം പറ്റില്ല എന്ന നിലപാട് പലരും എടുത്തു. അക്കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞ് സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തില്ല, സ്വാമിയുടേത് ജലസമാധിയാണ്, ഞങ്ങളതിനെ വളരെ ദിവ്യമായിട്ട് കാണുന്നു. മനസ്സിലായല്ലോ, നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പറ്റത്തില്ല. അങ്ങനെ പോലീസ് സർജനെ ഒഴിവാക്കി. സർക്കാർ സംവിധാനത്തിലുള്ള ഉള്ളൊരു സാധ്യത അവിടെ ഇല്ലാതായപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം അടക്കാൻ പറ്റത്തില്ല എന്ന് പോലീസ് ഒരു നിലപാടിലേക്ക് പോയപ്പോൾ അപ്പോൾ അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സ്വകാര്യ ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. ആർക്ക് വേണ്ടി? പോസ്റ്റ്മോർട്ടം പാടില്ല എന്ന് വാദിച്ചവർക്ക് വേണ്ടി സൗകര്യപ്രദമായ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിൽ സ്വാമി ശാശ്വതികാനന്ദയുടെ തലച്ചോറ് അല്ലെങ്കിൽ ശിരസ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശിരസ് ഉൾപ്പെടെ എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോൾ ശിരസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിച്ചില്ല, സമ്മതിച്ചില്ല, ഡോക്ടർ ചെയ്തുമില്ല എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശിരസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതൊരു ശരിക്കുള്ള പോസ്റ്റ്മോർട്ടം ആയിരുന്നു എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. കാരണം 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. സ്വാമി ശാശ്വതികാനന്ദയുടെ ഇതേപോലെ ദുരൂഹ സമാധി, നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധി പോലെ അവസാനം. കാരണം പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ സ്വാമി ശാശ്വതികാനന്ദ തലയിൽ പരുക്കുണ്ടായിരുന്നു. മുങ്ങി മരിച്ച ഒരാളുടെ തലയിലെങ്ങനെയാണ് പരുക്ക് വരുന്നത്. അപ്പം തലയിൽ പരുക്ക് വന്ന സ്ഥിതിക്ക് ശിരസ് പോസ്റ്റ്മോർട്ടം ചെയ്യണം റിപ്പോർട്ടിൽ. അതിനെപ്പറ്റി ഒരക്ഷരവും ഇല്ല എന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു പോസ്റ്റ്മോർട്ടം എന്ന രൂപത്തിൽ എന്തോ ഒരു ഉടായിപ്പ് നടത്തി എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതേ രീതിയിൽ ഇതിനെ കാണുമ്പോൾ എന്തേ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കൾ പറയുന്നതിലും കാര്യമില്ലേ? നിയമം എല്ലാവർക്കും തുല്യമാണ്. അത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ആയാലും സ്വാമി ശാശ്വതികാനന്ദയായാലും ഏത് സന്യാസിയായാലും മരണപ്പെട്ടത് ദുരൂഹ സാഹചര്യത്തിലാണെങ്കിൽ അതിന് നിയമപരമായ പോസ്റ്റ്മോർട്ടം നടത്തിയേ പറ്റൂ. പോലീസ് സർജൻ അത് ചെയ്യണം. ശാശ്വതികാനന്ദയുടെ കാര്യത്തിൽ അത് നടന്നില്ല എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ അത് വേണമെന്ന് വാദിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള ചോദ്യം കൂടിയാണത്. നിയമം എല്ലാവർക്കും തുല്യമല്ലേ? ഇപ്പം ബോച്ചെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ജയിലിലൊരു നാടകം കാണിച്ച് റിമാൻഡ് തടവുകാർ ജാമ്യം കിട്ടിയവരെ പോലും പുറത്തിറക്കാതെ അവരെ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ഇന്ന് വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചപ്പം പേടിച്ച് മൂത്രമൊഴിച്ചിട്ട് ബോച്ചയെ കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ രാവിലെ തന്നെ. അപ്പം പേടിയുണ്ടല്ലോ, നിയമത്തെ പേടിയുണ്ടല്ലോ, ജുഡീഷ്യറിയെ പേടിയുണ്ടല്ലോ. എന്താ അതുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ജാമ്യ ഉത്തരവ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യ ഉത്തരവ് 4:45 പുറപ്പെടുവിക്കുന്നത്. ഫൈനൽ ഓർഡർ ഇത് കാക്കനാട് ജില്ലാ ജയിലിൽ അധികാരികളുടെ അടുത്ത് എത്തിക്കാതെ അവിടെ ഒരു നാടകം നടത്തിയ ബോബി ചെമ്മണ്ണൂരിലെ ബോച്ചയുടെ വക്കീലന്മാർ. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു ആളാവാൻ ഒരു ശ്രമം നടത്തി. റിമാൻഡ് തടവുകാർക്ക് വേണ്ടി ഞാൻ ഇവിടെ വാദിക്കുന്നു, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നില്ല. പണി പാളുന്ന പരിപാടിയാണ് ബോച്ചയെ കാണിച്ചത്. ബോച്ച ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ബോച്ചയ്ക്ക് ജീവിച്ചുകൂടെ എന്നാണ് ഞങ്ങൾക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്നലെ വിധി പറഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് ഇന്ന് രാവിലെ തന്നെ ആദ്യത്തെ കേസായിട്ട് എടുത്തിട്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. ഇതൊക്കെ ഒരു പാഠമാകണം.
ഇത്തിരി 4 കാശ് കയ്യിലുണ്ട്, ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിലെ മറ്റേതാണ് മറിച്ചേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കസർത്ത് കളിക്കാൻ നടക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ബോച്ചയുടെ ഈ കേസ്. ഇപ്പം രാവിലെ തന്നെ ഹർജി എടുത്തിട്ട് വാക്കാൽ നിരീക്ഷണം ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്? കോടതിയോട് നാടകം കളിക്കരുത്. ജാമ്യം നൽകിയ കോടതിക്ക് അത് റദ്ദാക്കാനും അറിയാം. റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് നിങ്ങൾ എടുക്കരുത്, ആരും ബോച്ചെ എടുക്കരുത്. അതിൻ്റെ ജോലി നിങ്ങളുടെ ജോലിയല്ലത്. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഹൈക്കോടതിയും ജുഡീഷ്യറിയും ഉണ്ട്. അയാൾ ഹൈക്കോടതിയോടാണ് കളിക്കുന്നത്. അതായത് കളിക്കുന്നത് ആര്? ബോച്ചെ ഹൈക്കോടതിയോട് കളിക്കുന്നത്. സൂക്ഷിച്ചോണം എന്നാണ്. ഉത്തരവ് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പോക്കറ്റിൽ വെച്ച് കഥ മെനയുകയാണ്. അയാൾക്ക് മുകളിൽ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കോടതി കാണിച്ചു കൊടുക്കുക എന്താ ചെയ്യേണ്ടത്? അറസ്റ്റ് ചെയ്യാൻ പോലും നിർദ്ദേശം നൽകും. പ്രതികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണമാണ്, വാക്കാൽ നിരീക്ഷണം. പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് വക്കീലന്മാരും ജില്ലാ ജയിലിൽ കാക്കനാട് പോയിട്ട് ബോച്ചയെ കളിക്കാൻ നിൽക്കട്ടെ, ഇറങ്ങി പോവാം. അങ്ങനെയാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. മനസ്സിലാക്കണം. അപ്പം ഇത് ഒരു പാഠമാവണം. ഇപ്പം ഗോപൻ സ്വാമിയുടെ കേസായാലും ബോച്ചയുടെ കേസായാലും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, സ്വാമി ശാശ്വതികാനന്ദയുടെ കേസിൽ ദുരൂഹ സമാധി ആയിക്കോട്ടെ, ജലസമാധി എന്തായിക്കോട്ടെ, അവിടെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഇത് പാലിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് പാലിക്കേണ്ടി വരും, ജില്ലാ കളക്ടർ ഭരണകൂടത്തിന് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ഒക്കെയുള്ള ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. സ്വാമി ശാശ്വതികാനന്ദ എങ്ങനെ മരിച്ചു എന്ന് ഇപ്പോഴും ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അതേപോലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു എന്നത് കൃത്യമായിട്ട് അറിയട്ടെ, ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ എല്ലാ കേസുകളിലും ഈ തുല്യനീതി ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം.